10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എടാ ഭയങ്കര വൃത്തിയാണ് അങ്ങനെ കാണിക്കല്ലേ നീ എടാ നീ കോപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാര്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. എടാ ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡിൽ പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. നീ ഈ ഗീവ് വേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റോസ്റ്റിംഗ് വീരൻ അർജു പുതിയൊരു വള്ളി പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം പുള്ളിക്കാരൻ 2 ദിവസം മുന്നേ സ്വന്തം ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് നിർത്തിക്കോ എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ തംബ്നെയിൽ. സംഭവം 3 തരം ഇൻഫ്ലുവൻസേഴ്സിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണത്. 1 ഫാമിലി വ്ളോഗേഴ്സ്, 2 ഗിവ് അവേ കൊടുത്ത് റീച്ച് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ ഡാൻസ് കളിച്ച് റീച്ച് ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസർ. ഈ 3 തരം ആൾക്കാരാണ് പുള്ളിക്കാരൻ ബേസിക്കലി ഈ വീഡിയോയിൽ ട്രോളുന്നത്. പുള്ളിക്കാരൻ ഇവിടെ ഇൻഡയറക്ട്ലി നമ്മുടെ അൺബോക്സിംഗ് ഡൂഡിനെയും പിന്നെ ജോജി തമ്പി എന്ന് പറയുന്ന ഈ ഗിവ് അവേ ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസറെയും പിന്നെ പ്രവീൺ പ്രണവിനെയുമാണ് ട്രോളുന്നത്. എന്തായാലും ഇതിൽ ജോജി തമ്പിയെ പുള്ളിക്കാരൻ ട്രോൾ ചെയ്താണ് ഇപ്പൊ വൻ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തായാലും വീഡിയോയുടെ ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ്. എന്താണ് നീ കാണിക്കുന്നത്? വ്യൂസ് കൂടണ്ടേ? ചെയ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ. എടാ ഭയങ്കര വൃത്തിയാണ് അങ്ങനെ കാണിക്കല്ലേ നീ എടാ നീ കോപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാര്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ശരി, പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോലും ഗിവ് അവേ ചെയ്യുന്നത്. ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിക്കാനുള്ള കൊട്ട് തന്നെ ജോജി തമ്പിക്കുള്ള. എന്തായാലും അർജു ചേട്ടൻ ബാക്കി കൂടി പറഞ്ഞാട്ടെ. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്, അത് മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇതൊക്കെ. എടാ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം, എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസേഴ്സ് ഇരുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ, ഇത് മതി എനിക്ക്. കൊടുക്കാം. സോ ഗായ്സ്, ഈ 5000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ കുറച്ച് കാര്യം മാത്രം. നിങ്ങൾ എന്റെ അക്കൗണ്ടും യവന്റെ അക്കൗണ്ടും ഫോളോ ചെയ്യണം. വാപ്പാടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ പറയാം. വാപ്പാക്ക് വിഷമോ? യവന്റെ വാപ്പയുടെ അപ്പൊ എന്റെ അച്ഛന്റെ അക്കൗണ്ടാ. അപ്പൊ നിന്റെ അച്ഛൻ്റെ അക്കൗണ്ട് പറ. എന്റെ അച്ഛന്റെ അക്കൗണ്ട്. അപ്പം അമ്മക്ക് വിഷമോടാ, മാമിക്ക് വിഷമം. ഇവന്റെ മാമീനെ എന്റെ മാമീനെ ബ്രാൻഡ് പാർട്ണറാ. 5000 രൂപ കൊടുക്കുന്നില്ല പാവം. അപ്പൊ മൊത്തം നിങ്ങൾ 24 അക്കൗണ്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ 5000 രൂപ ഞങ്ങള് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരും അല്ലേ? ഒരു 100 കമന്റ് വെച്ച് നിങ്ങളങ്ങ് ഇടുക. നിങ്ങൾ 2000 കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 2000 ചാൻസ് ഉണ്ട് കിട്ടാൻ. നിങ്ങൾ 10000 കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 10000 ചാൻസ് ഉണ്ട് കിട്ടാൻ. നിങ്ങളപ്പം നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടല്ലേ? നിങ്ങൾക്കുള്ളതാ. അതെ, 25 അക്കൗണ്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ ഓക്കെ. അയ്യോ, നീ എന്തിനാണ് കിടന്ന് മെഴുകുന്നത്? ഇവിടെ എന്റെ ആൾക്കാർക്ക് മെഴുകൽ കണ്ടാൽ മതി. അതിലെ ഞാൻ ഈ കൊളാബറേഷൻ വെച്ച് വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നത്. നീ അടുത്ത് എന്താ കളിയാ? ഞാൻ മറ്റേ കോശി ഫിനാൻസിൽ ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്, അത് പോയി കൊടുത്താലാ? നമുക്ക് കൊടുക്കൂടെ? ഒരു 5 ഐഫോണും പറഞ്ഞോട്ടെ, ഏതെങ്കിലും ഒന്നും അറിയും. 2 നമുക്ക് വാ. ഓക്കെ, അതാണ് ജോജി തമ്പിക്കിട്ട് നല്ലോണം ഇട്ട് കൊട്ടിക്കുന്നില്ലേ. ഇനി ജോജി തമ്പി ആരാണ് എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് മലയാളത്തിൽ ആദ്യമായി ഗിവ് അവേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ് ഈ ജോജി തമ്പി. പുള്ളിക്കാരൻ സ്വന്തം കാറാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഈ ഗിവ് അവേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ വൈറലായി മാറുന്നത്. പിന്നെ ഈ ജോജിയെ സംബന്ധിച്ചിടത്തോളം വെച്ചടി കാറ്റായിരുന്നു. ഒരുപാട് ബ്രാൻഡുകളുമായി കൊളാബ് ചെയ്ത് പുള്ളിക്കാരൻ ഗിവ് അവേസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗിവ് അവേ സ്റ്റാർ ആയി തന്നെ പുള്ളിക്കാരൻ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗിവ് അവേ കൊടുക്കുന്നവര് തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണ്? ഇവർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണിക്കും. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അക്കൗണ്ട് അതുപോലെ തന്നെ ഇത് സ്പോൺസർ ചെയ്ത ആളുടെ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ ഈ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ ഇടണം. നിങ്ങൾ 5 സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്തതിൽ നിന്നും നമ്മൾ റാൻഡമായി ഒരാളെ പിക്ക് ചെയ്യും. അവർക്കായിരിക്കും ഇത് കൊടുക്കാന്നുള്ളതായിരിക്കും അല്ലെ ഇവരെ വീഡിയോയിൽ കാണിച്ച പ്രൊഡക്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന എന്താണ്? ഒരുപാട് ആളുകൾ ആ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യും. അതോടെ ഈ പോസ്റ്റിന് എൻഗേജ്മെന്റ് കൂടും, റീച്ച് കൂടും. പിന്നെ ഇവർ പറയുന്ന അടുത്ത ക്രൈറ്റീരിയ എന്താ? ഇവരെ ഫോളോ ചെയ്യാനാണ് അല്ലേ? സ്വാഭാവികമായിട്ടും ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഇവർക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ കിട്ടും. ഇത് പ്രൊമോട്ട് ചെയ്ത ആൾക്കും കിട്ടും, ഇത് സ്പോൺസർ ചെയ്ത ബ്രാൻഡിനും കിട്ടും. ചുളിവിൽ കുറെ ഫോളോവേഴ്സിന് ഉണ്ടാക്കാം. അതുവഴി ഈ സ്പോൺസർ ചെയ്ത ബ്രാൻഡിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി അവരുടെ ബിസിനസ്സുകൾ നന്നായി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നിക്കാണ് ഇതെല്ലാം. നല്ല കാര്യം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗിവ് അവേയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. ഇവർ വീഡിയോയിൽ ആദ്യമേ പറയുന്നത് നമ്മൾ റാൻഡായിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളതല്ലേ. അതിൽ ഇവർക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. ഇവരുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം, ഇവരുടെ അയൽവാസികൾക്ക് കൊടുക്കാം, മറ്റവർക്ക് കൊടുക്കാം, മറിച്ചവർക്ക് കൊടുക്കാം. വേണമെങ്കിൽ പാപ്പിയാപ്പച്ചല്ലേ ഇതുപോലെ
ക്യാമറ ഓൺ ആക്കി കൊടുത്തിട്ട് ക്യാമറ ഓഫ് ആക്കിയിട്ട് തിരിച്ചു മേടിക്കാം. ഇവർക്ക് എങ്ങനെയും ഗിവ് അവേ കൊടുക്കാം. ഉള്ളത് പറയാലോ, ഇവിടെ നടക്കുന്ന മോസ്റ്റ് ഓഫ് ദി ഗിവ് അവേസും ഉഡായ്പാണ്. പല ഗിവ് അവേസും വന്ന് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിലൊരാളെ വിന്നറായിട്ട് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. എന്റെ അറിവിൽ ഇന്നേ വരെ ഗിവ് അവേ വഴി ഒരു ആനപ്പിണ്ടം പോലും കിട്ടിയ ആളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ജോജി തമ്പിയെ കുറിച്ച് പലർക്കും നല്ല അഭിപ്രായം ഉള്ളത്. പുള്ളിക്കാരൻ ജെന്യൂനാണ്, നല്ല രീതിയിൽ വിന്നറെ സെലക്ട് ചെയ്ത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. നല്ല കാര്യം. പിന്നെ ജോജി തമ്പിയെ കുറിച്ച് പറയുകയാണെങ്കിലും പുള്ളിക്കാരൻ ചെറിയൊരു നന്മമാരാണ് കേട്ടോ. അതായത് പുള്ളിക്കാരൻ പല ഗിവ് അവേ വീഡിയോസിലും പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗിവ് അവേ അർഹതപ്പെട്ടവരുടെ കൈ തന്നെ ആയിരിക്കും കിട്ടാണ്. പുള്ളിക്കാരൻ മോസ്റ്റ് ഓഫ് ദ ഗിവ് അവേസും ഈ ലക്ഷറി ബ്രാൻഡ് കാറുകളും ജീപ്പുകളൊക്കെ ആയിരിക്കും. എന്നിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവനാണെന്ന് കാണിച്ചുകൊണ്ടായിരിക്കും ഈ ഗിവ് അവേന്റെ വിന്നറെ കൊടുക്കുക. ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ ലക്ഷറി കാർ ഇട്ടിട്ട് എന്ത് കാര്യമുള്ളത്? അതിൽ പെട്രോൾ അടിക്കണമെങ്കിൽ തന്നെ അവന്റെ ആധാരം വെക്കേണ്ടി വരും. ഇനി എങ്ങാനും ആ കാറിന് ഏതെങ്കിലും ഒരു പാർട്സ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാണെങ്കിൽ അത് നന്നാക്കണമെങ്കിൽ വീട് വിൽക്കേണ്ടി വരും. എന്തായാലും പുള്ളിക്കാരൻ ഒരു ഗിവ് അവേ വിന്നർ അനൗൺസ്മെന്റ് വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം. വീഡിയോയിലൂടെ 1.5 കോടി കമന്റ് വന്നു. അതിന്റെ അകത്തുനിന്ന് നമ്മൾ കമന്റ് പിക്കർ വഴി ലൈവായിട്ട് നിങ്ങളെല്ലാം കാണിച്ച് വിന്നറിനെ സെലക്ട് ചെയ്ത് ഫജ്നാസിനെയാണ്. അപ്പൊ അത്ര ഭാഗ്യമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, തളരാതെ ഫജ്നാസ് കുറെ പോരാടി, അതായത് 1 വർഷമായിട്ട് പോരാടിയിട്ട് കിട്ടിയ ഒരു മുതലാണ്. കിട്ടിയപ്പം ഒരു അടിപൊളി വണ്ടിയാണ്. പ്രതീക്ഷിച്ചില്ല. എല്ലാരും ട്രൈ ചെയ്യാം, കിട്ടും, ഉറപ്പായിട്ട് ഒരിക്കൽ കിട്ടും. അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുഖാന്തരം പൈസയിലൊക്കെ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞതില്. അപ്പൊ കൺഗ്രാജുലേഷൻ പോലെ. ഓക്കെടാ മോനെ. അല്ല, ഈ പയ്യന് പ്രായപൂർത്തിയൊക്കെ ആയിട്ടുണ്ടോ? ഈ കണ്ടിട്ട് ചെറിയൊരു പയ്യനെ പോലൊക്കെ ഉണ്ട്. ഇവന് ഓടിച്ചു പോണ വീഡിയോ ഒക്കെ ഉണ്ട്. എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഈ പയ്യൻ കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ പറയുന്ന ജോജി തമ്പിയുടെ പല ഗിവ് അവേസിനും വീഡിയോ ഒക്കെ ഇങ്ങനെ കമന്റ് ഇട്ടോണ്ടേ ഇരിക്കുകയാണ്. അല്ലേ, ഇപ്പോഴാണ് അവന് BMW അടിച്ചത്. നിങ്ങൾക്കും ഇതേപോലെ കമന്റുകൾ ഇട്ടോണ്ടേ ഇരുന്ന് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അടിക്കുന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരന്റെ രീതികളും കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം പുള്ളിക്കാരനെ കുറിച്ചൊരു പിക്ചർ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അർജുനെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോ കണ്ട് രോഷം കൊണ്ട് ജോജി തമ്പി എന്താക്കിയെന്ന് അറിയോ? അതിനൊരു മറുപടി ആയിട്ട് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ പുള്ളിക്കാരൻ മറുപടി വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 3-4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ശരി, ലഹരി ഇതും തമ്മിൽ എന്താണ് ബന്ധം മിസ്റ്റർ ജോജി? ലഹരിക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നത് കാരണം എന്തിനും മറ്റുള്ളവർ നിങ്ങളെ ട്രോളാണ്, പകരം നിങ്ങളെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ഇതെന്തോ വിഷയം വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടൊന്നല്ല. അങ്ങനെയാണെങ്കിൽ അർജി ലഹരി ഉപയോഗിക്കുന്ന ഒരാളാവണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓക്കെ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെറി വിളിക്കുന്നവർ ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവന്മാരാന്നുള്ളത്. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാർ പറയുന്നത്. ആയിക്കോട്ടെ, കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിനെ പഠിപ്പിക്കുന്നില്ലേ? ഓക്കെ, നല്ല കാര്യം. ഈ ഗിവ് അവേ വീഡിയോസിന്റെ ഇടയിൽ കൂടെ പുള്ളിക്കാരൻ പല പാവങ്ങളുടെയും സഹായിക്കുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ ഈ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡോക്ടറായിട്ടുള്ള പെൺകുട്ടിയുടെ മുഴുവൻ ചെലവ് വഹിക്കുന്ന ഒരു വീഡിയോ. അതിനെക്കുറിച്ചാണ് ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നെ പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്യുന്നത് ആളെ കാണിക്കാൻ വേണ്ടിയാണെന്ന് പുള്ളിക്കാരൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാലും സാരമില്ല, ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് തന്നെയാണ്. അത് കാരണം മറ്റൊരാൾക്ക് സഹായം ലഭിക്കുന്നുണ്ടല്ലോ. അങ്ങനെങ്കിലും കുറച്ച് ആളുകൾക്ക് സഹായം കിട്ടട്ടെ അല്ലേ? എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. 1-2 രൂപ പോരാ, 10-50 ലക്ഷം രൂപയ്ക്ക് മേളിൽ വേണമത്. അതുപോലെ കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ? അതുപോലെ ഇനി ഒരു ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിഞ്ഞിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ, ഈ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറഞ്ഞെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീക്ക് ഒറ്റ മൈൻഡി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. നീ അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും തേങ്ങ ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഈ പറയുന്നവന്മാരുടെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ട്? ഇവിടെ ജോജി പറയാതെ പറഞ്ഞു വെക്കുന്നത് കാണിച്ച് ചെയ്താൽ ഒരാളുടെ സഹായമാവും എന്നുള്ളതാണോ? അല്ലെ, അറിയാത്തോണ്ട് ചോദിക്കുക. ഇപ്പൊ എന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന സഹായങ്ങളൊന്നും ഞാൻ പബ്ലിക്കിൽ കാണിക്കാറില്ല. വേറൊരാളും അറിയരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെപ്പോലും ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. നമ്മൾ ചെയ്യുന്ന സഹായം മറ്റൊരാൾ അറിയരുതെന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു തത്വമുണ്ട്. നമ്മളെ മനസ്സറിഞ്ഞ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ കർമ്മമായിട്ട് നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത്. ഇന്ന് എനിക്കുണ്ടായ ഉറച്ചുകളിലെല്ലാം കാരണം അതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജോജി. നിങ്ങളെപ്പോലെ കാണിച്ച് ചെയ്താൽ അത് സഹായമാവുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ തോന്നുന്നത്. സന്ദർഭോചിതമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഈ ഗീവ് അവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. ശരി, അതൊരു പുതിയ അറിവാണ് കേട്ടോ. ഗിവ് അവേസ് കിട്ടിയ എത്ര ആളുകളുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ആദ്യം ഗിവ് അവേ കിട്ടിയ ഒരാളെ പോലും എനിക്ക് പേഴ്സണലി അറിവില്ല, അത് വേറെ കാര്യം. പിന്നെ ഇവരെ കൊടുക്കുന്ന കാറും മൊബൈൽ ഫോണൊക്കെ കിട്ടി എങ്ങനെയാണ് ഒരാളുടെ ജീവിതം മാറി മാറിയത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവരെന്തൊക്കെ ക്യാഷ് പ്രൈസ് ഒക്കെ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആരൊക്കെ വന്ന് വാങ്ങുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട്. അത് കിട്ടിയ ആളോട് ചോദിച്ചാൽ അറിയാം യാഥാർത്ഥ്യം. ഒന്നും അറിയാതെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഈ കൊടുക്കുന്നൊക്കെ ജെനുവിൻ ആണെങ്കിൽ ഇനിയും ജോജിക്ക് ഉയർച്ച ഉണ്ടാവട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ജോജിനോട് പറയാനുള്ളത്, ഇങ്ങനെ റൈസ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും മോശം ചെയ്താലും ട്രോളാൻ ഇവിടെ ആൾക്കാരുണ്ടാകും. അതിന്റെ സെൻസിലെടുത്ത് അർഹിക്കുന്ന അവഗണനയോട് അങ്ങ് വിട്ട് കളയാം. അതല്ലാതെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിന്റെ പിന്നാലെ വണ്ടി എടുത്ത്
ചെയ്ത് കൂടാൻ നിന്നാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഫോളോ ചെയ്യും, നിങ്ങളെ വീഡിയോസ് കാണുകയും ചെയ്യും, അല്ലേ? അത്രേ ഉള്ളൂ. ഇനി അർജുന കേസിലേക്ക് വരുന്ന സമയത്ത് ഈ ജോജി തമ്പിയെ ട്രോളാൻ മാത്രം അർജുന യാതൊരു അർഹതയില്ല. അത് പറയാനൊരു കാരണമുണ്ട്. ഈ അർജുനെ കുറിച്ച് യെസ് അഭിജിത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്കൊന്ന് കാണിച്ചു തരാം. അർജുൻ പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് മൈ 11 സർക്കിൾ ആണ്. ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ്. ഇതൊരു തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പ് ആണ്. ബൈനോമോ, ഒക്ടാഫെക്സ്, എക്സ്നസ് എന്ന പേരിൽ പലതരം തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി പലതവണ പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ്. ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ്. കുറച്ച് ലൂപ്പ് ഹോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അർജുന്റെ വീഡിയോകളിൽ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷനുകൾ മാത്രമാണ്. അർജുന്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൺവിൻസിംഗ് സ്റ്റാർ റിയാക്ഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് ഇതുപോലത്തെ ഉഡായിപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ശരിക്കും കൺവിൻസിംഗ് സ്റ്റാർ മിസ്റ്റർ അർജുൻ സുന്ദരൻ? എന്താ സംശയം? അതെ, ഇങ്ങനെ തന്നെ കൺവിൻസിംഗ് സ്റ്റാർ. അപ്പൊ അർജുനോട് പറയാനുള്ളത്, അർജുന ഇപ്പുറത്ത് കൂടെ വന്ന് ജനങ്ങളെ പറ്റിച്ച് ഓരോരോ ഗാംബ്ലിംഗും ബെറ്റിംഗും ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് കൂടെ വന്ന് ട്രോളുന്നത് നല്ല പരിപാടിയാണ് അർജുനെ. എന്തായാലും ഇത് അർജുൻ വേണ്ടാണ്ട് ചോദിച്ചു വാങ്ങിയതാണ്. ഇനിയിപ്പോ ഇങ്ങനത്തെ ഗാംബ്ലിംഗും ബെറ്റിംഗും ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് തന്നെ അർജുന് ഇനി ആരും ട്രോളാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരെ ട്രോൾ ചെയ്യാലും അവർക്ക് ഇത് വെച്ച് അർജുനോട് തിരിച്ചു ചോദിക്കാം. അർജുൻ ബബ്ബ പഠിച്ചു പോകും. എന്തായാലും അർജുൻ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അർജുനെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ പൂരത്തെറിവിലാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.